തിരുവനന്തപുരം കാര്യവട്ടത്തു നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിലാണ് 20.5 സെൻറ്റിൽ ഈ ഒരു വലിയ കെട്ടിടം 2 TC ഉള്ള ഫുള്ളായിട്ട് ചുടുകല്ലിൽ നിർമ്മിച്ച വലിയൊരു വീട് ഉൾപ്പെടെ വിൽപ്പനയ്ക്കുള്ളത്. ഇതിൽ താഴത്തെ നിലയിൽ ഒരു TC ആണ്, മേളത്തെ നിലയിൽ സെപ്പറേറ്റ് TC ഉണ്ട്. രണ്ടും സെയിം ലേഔട്ടിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. അനിയനും ചേട്ടനും എന്നുള്ള നിലയ്ക്ക് രണ്ടുപേരും ഒരേ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. നമുക്ക് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടോട്ടലായിട്ട് 20.5 സെൻറ്റിൽ ഒരു പകുതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്, അതായത് വീടുള്ളത്. ബാക്കിയുള്ള പകുതി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇനിയും കിടപ്പുണ്ട്. അവിടെ ഒരു കെട്ടിടം വയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ചേങ്കോട്ടോണത്ത് നിന്ന് നമ്മൾ പുല്ലാന്നിയുള്ള വരുവാണെന്നുണ്ടെങ്കിൽ ഒരു LP സ്കൂളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും മുന്നിലോട്ട് വരുമ്പോൾ വലതുവശത്ത് കൽപ്പക എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ സ്റ്റോറാണ്. അത് കഴിഞ്ഞ ഉടൻ വലത്തോട്ട് കാണുന്ന റോഡ്, ആ റോഡ് ഇങ്ങനെ കയറുമ്പം തന്നെ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 150-200 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലെത്താം. ഇവിടെ ഫുള്ളായിട്ട് ഇതുപോലെ വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്കിതാ ഇവിടെ ഒരു ഡിമാർക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഒരു സ്പേസ്, കെട്ടിടം ഉൾപ്പെടുന്ന സ്പേസ് സെപ്പറേറ്റ് ചെയ്ത് വിൽക്കാൻ സാധിക്കും. അതല്ല ഇനി അത് മാത്രമായിട്ട് അങ്ങനെ വേണമെങ്കിൽ വാങ്ങിക്കാം. 10.25 സെൻറ്റ് വേക്കൻ ലാൻഡായിട്ട് വാങ്ങാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജ് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇനി അതല്ല മൊത്തം കെട്ടിടവും ഈ 20.5 സെൻറ്റും വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങിക്കാം. എന്തായാലും ഞാൻ ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നേരിട്ട് വിളിച്ച് ഡീലാക്കാവുന്നതാണ്. നമുക്കിപ്പോൾ താഴത്തെ നിലയിൽ കറണ്ട് ഇല്ല കേട്ടോ, രണ്ട് സെയിം ലേഔട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മേളത്തെ നിലയിലുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെയിം ലേഔട്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ കാണിച്ചു തരുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രീതി അല്ലെങ്കിൽ രൂപം എല്ലാം ലൈറ്റ് ഉള്ളതുകൊണ്ട് നീറ്റായിട്ട് കിട്ടുന്നുണ്ടാവും. ഇതാ ഈ കാണുന്ന പോലെയാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ട് ഡൈനിങ് സ്പേസ് വരും. 3 ബെഡ്റൂംസാണ് വരുന്നത്. അതിൽ ഇതാ ഈ ബെഡ്റൂമും ആ ബെഡ്റൂമും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് എല്ലാം തന്നെ പുത്തൻ കണ്ടീഷനിൽ, അതായത് റെനോവേറ്റ് ചെയ്തപ്പോൾ റീസെൻ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. പൈപ്പ് ഫിറ്റിങ്സും സാനിറ്ററി വെയർസും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതാ ആ ഒരു ബെഡ്റൂമിന് വന്നിട്ട് നമുക്ക് ഇതാ ഇവിടെ ആയിട്ടൊരു കോമൺ ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂം ആണെങ്കിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും റെനോവേറ്റ് ചെയ്ത് നീറ്റ് കണ്ടീഷനിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ വരുമ്പോഴത്തേക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതുപോലെ കബോർഡും ഡ്രസ്സിംഗ് ടേബിളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ താഴത്തെ നിലയിലും കേട്ടോ. താഴത്തെ നിലയിൽ സെയിം ലേഔട്ടാണ്. ലേഔട്ടിൽ ഒരു വേരിയേഷനും ഇല്ല. രണ്ടും ഒരേപോലെ അനിയനും ചേട്ടനും വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ വെച്ചിട്ടുള്ള വീടാണ്. ഇതാ ഈ കാണുന്ന പോലെയാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വരുന്നത്. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്ത വർക്കാണ്. ഇതിൽ സ്ലാബും കാര്യങ്ങളും എല്ലാം മാറ്റി ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. വർക്ക് ഏരിയയിൽ ഇതാ ഇതിൻ്റെ അടിയിലായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ്. ഒരു രീതിയിലുള്ള കഞ്ചക്ഷനും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാ ഇതുപോലെ നമുക്ക് പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസും വരുന്നുണ്ട്. ഇത് ഇവിടെ നല്ല ആനമുന്തിരി നിൽപ്പുണ്ട് കേട്ടോ. പക്ഷേ അത് നമ്മളെ കണ്ടത്തിലുള്ളതല്ല, തൊട്ടടുത്ത കണ്ടത്തിലുള്ളതാണ്, പഴുത്തില്ല. നമ്മുടെ താഴെ നിന്നുള്ള ആ സ്റ്റെയർ ഇങ്ങനെ മേളിൽ കയറി സെക്കൻഡ് ഫ്ലോർ വരേക്കും വന്നിട്ട് ഇതുപോലെ ഒരു ടവർ റൂം കെട്ടി നിർത്തിക്കുവാണ്. അതിനുശേഷം ടെറസിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഭാഗം ഫുള്ളായിട്ട് റൂഫ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുണി ഉണങ്ങാനിടാനോ ആ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് സ്പേസ് ഉള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടം കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇതാ ഈ കാണുന്നത് എല്ലാം നമ്മുടെതാണ് കേട്ടോ. ടോട്ടലായിട്ട് 20.5 സെൻറ്റ് സ്ഥലമാണ്. ഇതിൽ 20.5 സെൻറ്റും ഈ ഒരു വീട് ഉൾപ്പെടെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില 2,40,00,000. 10.25 സെൻറ്റിൽ ഈ കെട്ടിടം മാത്രമാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില 1,45,00,000. ഇതാ ഇപ്പുറത്ത് കാണുന്ന ബാക്കിയുള്ള 10.25 സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില 1 കോടി രൂപയാണ്. അപ്പോൾ മൊത്തത്തിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലൊരു 5 ലക്ഷം രൂപ ഡിസ്കൗണ്ട് ഉണ്ടാവും. അതായത് 2,40,00,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വോൾ പ്രോപ്പർട്ടി മൊത്തത്തിൽ വാങ്ങിയെടുക്കാൻ സാധിക്കും. മുൻവശമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികം നല്ല വീടുകളുള്ള അടിപൊളിയൊരു ലൊക്കേഷനാണ്. ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കാര്യവട്ടം കയറാം, ശ്രീകാര്യം പോകാം, ചേങ്കോട്ടുകോണം തൊട്ടടുത്താണ്. ആ രീതിയിലൊക്കെ ആക്സസ് വരുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും.